ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വയനാട് ഇരട്ട തുരങ്കപാത അല്ലെങ്കിൽ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാട് ഭാഗത്തെ വർക്കാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആനക്കാംപൊയിൽ ഭാഗത്തുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഈ വയനാട് തുരങ്കപാത വരുന്നത് എന്തിനാണ്? നമ്മൾ വയനാട് താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗതക്കുരുക്കൊക്കെ മാറി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ഇരട്ട തുരങ്കപാത വരുന്നത്. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും വർക്ക് അവിടെ. അതുപോലെ തന്നെ നമ്മൾ പുല്ലൂരാമ്പാറയിൽ നിന്നാണ് നേരെ ആനക്കാംപൊയിൽ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് ഊരാളുങ്കലിൻ്റെ വർക്കാണ്. അതും നമ്മളെ ഈ ടണൽ ബ്രിഡ്ജിൻ്റെ റോഡുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ആ വഴി കടന്നു പോകുന്ന സമയത്ത് ഒരു മുത്തപ്പൻ പുഴയുണ്ട്, അവിടെ ഒരു പാലമുണ്ട്. ആ പാലം പൊളിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട്. പുതിയ പാലം നിർമ്മിക്കുകയാണ് അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴും പലർക്കും ഒരു സംശയം തന്നെയായിരുന്നു, ഈ പുല്ലൂരമ്പാറ മുതൽ മറിപ്പുഴ വരെയുള്ള റോഡ് ഈ തുരങ്കപാതേൻ്റെ ആണോ എന്ന്. അതങ്ങനെയല്ല. തുരങ്കപാതയുടെ റോഡ് 4 വരി പാതയാണ്, ഇത് 2 വരി പാതയുമാണ്. പക്ഷേ ഈ റോഡ് ഉണ്ടല്ലോ, അത് തുരങ്കപാതയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. 2025 തുടങ്ങിയിട്ട് 4 വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാനിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2029 ആകുമ്പോഴത്തേക്കും നമുക്ക് തുരങ്കപാതയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കൊങ്കൺ ആണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിലീപ് ബിൽക്കോണുമാണ്. നമ്മൾ വയനാട് ഇരട്ട തുരങ്കപാതയുടെ വർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു വർക്കും കൂടിയാണ് ഈ പുല്ലൂരമ്പാറ മുതൽ മറിപ്പുഴ വരെയുള്ള കേട്ടോ. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് വർക്കുകൾ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന സമയത്ത് 2 ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പാറ ഉണ്ട്, ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ വളവുകളുണ്ട് കേട്ടോ, അത് നിവർത്തിയിട്ടൊന്നുമില്ല, അത് നിവർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ കൂടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നമ്മളെ ടണൽ ബ്രിഡ്ജിന്റെ വർക്കുകൾ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ഭാഗത്തും മണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ മിഷനറികൾ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്ക് ഇപ്പം നിലവിൽ ഈ തുരങ്കപാതയുടെ വർക്ക് നടക്കുന്നത് മറിപ്പുഴ ഭാഗത്താണ്. ഈ മറിപ്പുഴ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നേരെ മീനാക്ഷി ബ്രിഡ്ജ് ഉണ്ട് വയനാട് മേപ്പാടി ചൂരൽമല റോഡിൽ. അവിടെ വന്നിട്ടാണ് ഈ തുരങ്കപാത അവസാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാട് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, മേപ്പാടി ചൂരൽമല റോഡിന്റെ വർക്കുകൾ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ തുരങ്കപാതയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെയും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 വരിപ്പാതയാണ്. 4 വരിപ്പാതയുടെ വീതി പല ഭാഗങ്ങളിലും ഇല്ല. അപ്പോൾ ഇവിടെ പുതിയ റോഡാണ് വരുന്നത്. ആനക്കാംപൊയിൽ മുതൽ പിന്നീട് തുരങ്കപാതയെ ബന്ധപ്പെട്ടുള്ള 4 വരിയാണ് വരുന്നത്. പിന്നെ വർക്കുകൾ നല്ല വേഗതയിൽ നടക്കുന്നതുകൊണ്ട് തുരങ്കം എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണത് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ലേബേഴ്സിന് താമസിക്കാനുള്ള ഷെൽട്ടറുകളൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുത്തപ്പൻ പുഴ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മറിപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പം പുതിയ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ പാലം വരുന്നുണ്ട്. ഇരവിഴിഞ്ഞി പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. തുരങ്കപാതയെ ബന്ധപ്പെട്ടിട്ട് 2 നിർമ്മിക്കുന്നത്. അതും ബോസ്ട്രിങ് സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണ് വരുന്നത്. ഈ പാലങ്ങൾ പല സ്ഥലത്തും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലും റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഇപ്പോൾ ഇതുപോലെയുള്ള പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തുരങ്കം തുറന്നു പോകുന്നത്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ വലിയൊരു ആഘാതം ഉണ്ടാകാതെയാണ് ഇവിടെ പാറ പൊട്ടിക്കുന്നത്. ഇരട്ട തുരങ്കപാതയാണ്. അപ്പോൾ 2 ടണലുകളാണ് ഉണ്ടാവുക. ഒരു ടണൽ 10 മീറ്ററും മറ്റേ ടണൽ 10 മീറ്ററുമാണ്. അതിൻ്റെ ഉള്ളിലെ റോഡ് 7 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മറിപ്പുഴയിൽ താൽക്കാലികമായിട്ട് പാലം നിർമ്മിച്ചിട്ടാണ് ഇവരുടെ മെഷീനുകൾ എല്ലാം അങ്ങോട്ട് കൊണ്ടുവരികയാണ്, സൈറ്റിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്താണ് പീറിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടി സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിരിക്കുന്നു. ഇനി പീർ ക്യാപ്പാണ്. അങ്ങനെയാണ് പാലം നിർമ്മിക്കുക. ഇവിടെ ആദ്യം ചെറിയൊരു പാലം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, കാരണം ഞാൻ ആദ്യം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നല്ല വേഗതയിൽ തന്നെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മാറുന്നത്. മഴക്കാലം തുടങ്ങുകയാണ്. അതിന് മുൻപ് പരമാവധി വേഗതയിൽ ഇവർ തീർക്കാനുള്ള പണികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. 2 തുരങ്കപാതയാണ് ഉള്ളത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ തുരങ്കപാതയിലും 10 മീറ്റർ വീതമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ 300 മീറ്റർ ഗ്യാപ്പിൽ ഒരു ക്രോസ് പാസേജ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ പുരോഗമിക്കുന്നു. നമുക്ക് പ്രതീക്ഷ വെക്കാം 2029 ആകുമ്പോഴത്തേക്കും തീരും എന്നുള്ളത്. പിന്നെ ടണലിൻ്റെ ഉള്ളിൽ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടായിരിക്കും. CCTV ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തീപിടുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അണയ്ക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാവും.
അപ്പോൾ ഇതാണ് വയനാട് ഇരട്ടത്തുരങ്കപാതയുടെ ആനക്കാംപോയിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.